കനത്ത മഴയിലെ വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടി രോഗികളടക്കമുള്ളവർ മുഖം തിരിച്ച് അധികൃതർ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയത്. കവാടത്തിന് മുന്നിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. ചെറിയ വില, വലിയ സെലക്ഷൻ. എടപ്പാളിന്റെ മനസ്സറിഞ്ഞ ആത്മബന്ധം. സാറാ സിൽക്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. മഴ കനത്തതോടെയാണ് ദിനംപ്രതി നിരവധി രോഗികളടക്കമുള്ളവർ എത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി വെള്ളത്തിലായത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് വെള്ളക്കെട്ടുള്ളത്. ഇതുമൂലം ആശുപത്രിയിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമടക്കം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കണമെങ്കിലും പുറത്തു കടക്കണമെങ്കിലും ഈ വെള്ളക്കെട്ട് ചാടിക്കടന്നു വേണം പോകാൻ. എന്നാൽ അതൊന്നും നഗരസഭയോ ആശുപത്രി അധികൃതരോ കണ്ട ഭാവമില്ല. ഇതിന് പരിഹാരം കാണാഞ്ഞാൽ പൊതുജനങ്ങൾ ഇതിന് ശബ്ദിക്കേണ്ടി വരും. എത്ര ശബ്ദിച്ചിട്ടും കാര്യമില്ല. സർക്കാരാണല്ലോ അവിടെ ഉള്ളത്. അങ്ങനത്തെ സർക്കാർ ആയതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രോഗികളെ ദിനം രോഗികളെ കൊണ്ടുവരുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടെന്താണ്, അങ്ങനെ കെട്ടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടെന്താണ്. അതും മാത്രമല്ല, റോഡും മോശമാണ്. റോഡും കുന്നുകൂലിയാണ്. വാഹനങ്ങൾ പോകുന്നപ്പോൾ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാഞ്ചാടിയിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. കവാടത്തിന് മുന്നിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. രോഗികൾ ഇതെല്ലാം ചാടിക്കടന്ന് വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് വന്നാൽ മതിയെന്ന മനോഭാവത്തിലാണ് അധികൃതർ. ആവശ്യക്കാരും ദുരിതബാധിതരും മൗനം പാലിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് പിന്നെ എന്തുമാകാമെന്നും തങ്ങൾക്ക് നേരെ ആരും ചോദ്യവുമായി വരില്ല എന്ന ചിന്തയുമാണ് പലപ്പോഴും സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പ്രധാന കാരണം. വയോധികരടക്കമുള്ളവർ ബുദ്ധിമുട്ടി വെള്ളക്കെട്ട് മറികടന്നാലും വാഹനങ്ങൾ വരുന്നതിലൂടെ ആളുകളുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. ഈ ദുരവസ്ഥയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്നാണ് ആശുപത്രിയിലെത്തുന്നവരുടെ പ്രധാന ആവശ്യം. കേരള വിഷൻ, തിരൂരങ്ങാടി.